അങ്ങനെ വലിയ സത്യം പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, MRZ തൊപ്പി ബൈസെക്ഷൽ ആണ്. തൊപ്പിക്ക് ആണുങ്ങളും പോകും പെണ്ണുങ്ങളും പോകും. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, തൊപ്പിയുടെ മുൻ കാമുകിയായിട്ടുള്ള ഫസ്മിന സാക്കിറിൻ. തൊപ്പി എന്ന പേഴ്സൺ അവളെ ഒഴിവാക്കി പോയി. പിന്നെ എന്താ റീസൺ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയും അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളും പാടി തൊപ്പി ബൈസെക്ഷലാണ്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? തൊപ്പിക്ക് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെക്കനുമായി ഡിങ്കോൾഫിക്കേഷൻ ഉണ്ടായിരുന്നു പോലും. ഇത് അറിഞ്ഞതോടെയാണ് അത്രേ ഫസ്മിനെ തൊപ്പിയെ ഒഴിവാക്കി പോകുന്നത്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടി. മോനെ, തൊപ്പിന്റെ പിള്ളേർ ഇത് കേൾക്കണ്ട. എല്ലാരും കൂടെ അടിച്ചു കയറി വരും. ബോധം ഇവരില്ലാത്ത പീക്കിരി പിള്ളേരാണ്. പക്ഷെ അന്വേഷിച്ചു വന്നപ്പോ ഇങ്ങനെ ഒന്നല്ല, ഇതൊന്നല്ലേ യഥാർത്ഥം. എന്താ? ഓക്കെ, അപ്പൊ ഫസ്മിനെ തന്നോട് നുണ പറഞ്ഞതാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ പറയുള്ളൂ തെണ്ടി. തൊപ്പിയുമായി പിരിഞ്ഞതിന്റെ കാരണം വേറെ എന്തൊക്കെയോ ആണെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെയാണ് ലല്ലു പറയുന്നത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. അതായത് തൊപ്പി ബൈസെക്ഷൽ ആണെന്ന് ഫസ്മിനെ ലല്ലുവിനോട് കള്ളം പറഞ്ഞതാണെന്ന് അർത്ഥം. എന്നാലും തൊപ്പിയുമായി റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന് വേറെ എന്തൊക്കെ കാരണങ്ങൾ ഫസ്മിനക്ക് ലല്ലുവിനോട് പറയാമായിരുന്നു. ഇങ്ങോട്ടൊന്നും പറയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഇനി ശരിക്കും തൊപ്പി ബൈസെക്ഷൽ ആണോ? ഇനി നീ എങ്ങാനും ഫസ്മിനെ ആണെങ്കിലും ലല്ലു ആണെങ്കിലും രണ്ടെണ്ണത്തിനും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവർ ഈ വന്നിരുന്ന് പറയുന്നതൊക്കെ സത്യമാണോ നുണയാണോ എന്നൊക്കെ ദൈവം തമ്പുരാൻ അറിയാം. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. പിന്നെ ഫസ്റ്റ് ഞങ്ങള് ഇന്റിമേറ്റ് ആവണേ, എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല അവളായിട്ട്. ഒരു ഫീലിങ്സ് എന്ന സംഭവം എനിക്ക് അവളെ ഒരു പാട്ടിലും നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നിട്ട് വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതിലോട്ട് എത്തിപ്പെടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രോക്ക് അറിയോന്ന് അറിയത്തില്ല, ബാങ് എന്നിട്ടൊരു മിഠായി ഉണ്ട്, ജോയിന്റിന്റെ മിഠായിയാണ്. അത് കലക്കിയിട്ട് എനിക്ക് തന്നിട്ട് ഞാൻ തലക്ക് എനിക്ക് എന്തോ മാതിരിയായിട്ട് അന്നാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവളായിട്ട് ഇന്റിമേറ്റ് ആണ്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. അല്ല, ഈ ബാഗ് കലക്കി തരുന്ന സമയത്തെ ഇതിങ്ങനെ ഒരു സാധനമാണ്, ഇത് ഫസ്റ്റ് ടൈം ഒന്നും അല്ലല്ലോ, അത് അത്രയ്ക്ക് അറിയാതിരിക്കാൻ ലല്ലു പൊട്ടനായിരുന്നു. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. കൊള്ളാം, നല്ല ഫ്രഷ് കഥ. ഹിന്ദി സീരിയൽ പോലും തോറ്റുപോകും. പലതരം വശീകരണ കഥകളും കേട്ടിട്ടുണ്ട്. ഈ കഞ്ചാവ് കൊടുത്ത് വശീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവതാരകൻ ചോദിച്ചത് തന്നെയാണ് എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത്. എന്താ മോനെ, നീ പൊട്ടനായിരുന്നു? അതല്ല ഉദ്ദേശം. വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. അവളുടെ ഒരു ബോഡി പാർട്ടിനോട് പോലും യാതൊരുവിധ അട്രാക്ഷനും തോന്നിയിട്ടില്ല എന്നും നീ പറഞ്ഞു. അങ്ങനെയുള്ള നിനക്ക് കുറച്ച് കഞ്ചാവ് അകത്തേക്ക് വന്നപ്പോഴേക്കും അട്രാക്ഷൻ വന്നത് എങ്ങനെയാണ്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. കഞ്ചാവ് അടിച്ച് കിറുകിന്നൊക്കെ കേട്ടിക്കണ്. പക്ഷെ കഞ്ചാവ് അടിച്ച് സാമാനം കമ്പിയായിരുന്നു ആദ്യമായിട്ട് കേൾക്കാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. ഞാൻ പോകുന്നു. ബൈ ബൈ.